ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ക്രൂഡിൽ ഇൻസേർട്ടും വ്യൂ നോക്കി. അപ്പോൾ നമുക്ക് ഇനി ഡിലീറ്റ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട് ഷോപ്പ് എന്നുള്ള എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാണ് VS കോഡിൽ. ഓക്കെ, ഇത് ഞാൻ എന്നിട്ട് റൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന ഫോമും അത് വ്യൂ ചെയ്യുന്ന ടേബിളും കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ പ്രോഡക്ട്സ് ഡിലീറ്റ് ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ ഈ ടേബിളിനകത്ത് നമുക്ക് ഈ ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഡിലീറ്റ് ബട്ടൺ വെക്കണം. എന്നിട്ട് ഓരോ റോവിൻ്റെ നേരെയുള്ള ബട്ടൺ ഡിലീറ്റ് ബട്ടൺ ഓരോന്നും ഞെക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് റോ ഡിലീറ്റ് ആയി പോകണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ടേബിൾ generals.php ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ പുതിയൊരു ഹെഡിങ് കൊടുക്കാണ് ഡിലീറ്റിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഡിലീറ്റ് എന്ന് കൊടുത്തു. ഇവിടെ ഇപ്പോൾ ഡിലീറ്റ് എന്നൊരു ഹെഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ വെക്കണം. അപ്പോൾ അത് ഞെക്കുമ്പോൾ ആ ഏത് റോയിൻ്റെ ആണ് ഞെക്കിയത് അത് ഡിലീറ്റ് ആയി പോകണം. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിലീറ്റ് ബട്ടൺ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് TD ടാഗായിട്ട് ഞാൻ ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടൻ്റെ ടാഗ് ബട്ടൺ എന്നുള്ളതാണ്. അപ്പോൾ ബട്ടൺ കൊടുത്തു. ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ബട്ടൺ കൊടുക്കുമ്പോൾ അത് ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് ആങ്കർ ടാഗ് യൂസ് ചെയ്യാണ്. കാരണം നമുക്കത് ഞെക്കുമ്പോൾ അതിൻ്റെ ഡിലീറ്റിൻ്റെ ആക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേജ് ഉണ്ട്, അതിലോട്ട് പോകണം. അപ്പോൾ അവിടെ ഈ hrefൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ആക്ഷൻ പേജ് ഡിലീറ്റിൻ്റെ ആക്ഷൻ പേജ് ഇവിടെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആക്ഷൻ പേജ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആങ്കർ ടാഗ് ഉപയോഗിക്കണം. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഡിലീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡിലീറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ കൊടുത്തേക്കണ ആ ഒരു ആക്ഷൻ പേജാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആക്ഷൻ പേജ് ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോൾ ആക്ഷൻ പേജിന് ഒരു പേര് കൊടുക്കുകയാണ്. ഡിലീറ്റ് action.php എന്ന് കൊടുക്കുകയാണ്. ഞാൻ ബട്ടൺ ഒരു ക്ലാസ് ഇട്ട് കൊടുക്കുകയാണ് ബൂട്ട്സ്ട്രാപ്പിൽ. നമ്മുടെ ഡിലീറ്റ് ബട്ടൺ ആയിട്ടുണ്ട്. അതിനൊരു ആക്ഷൻ പേജും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആക്ഷൻ പേജ് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ആക്ഷൻ പേജ് വർക്കാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിലീറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ഈ ഒരു റോ ആണ് പോകുന്നത്. ഈ ഡിലീറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ഈ റോ ആണ് പോകുന്നത്. അപ്പോൾ ഓരോ റോയിൻ്റെയും ഡിലീറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് റോ ആണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആക്ഷൻ പേജ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഡിലീറ്റ് action.php എന്ന് പറഞ്ഞൊരു പുതിയ PHP ഫയൽ ഉണ്ടാക്കാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് സാധാരണ ചെയ്യുന്ന ഫസ്റ്റ് കോൺഫിഗ് പേജ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്യൂറി കൊടുക്കുക. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് അങ്ങനെയുള്ളതെല്ലാം കൊണ്ടുവന്ന് ഇടാം. ഇവിടെ കോൺഫിഗ് പേജ് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ക്യൂറി കൊടുക്കാൻ വേണ്ടി ഒരു SQ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണിത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലോട്ട് പോകും, ഇല്ലെങ്കിൽ എറർ എന്നുള്ളത് പ്രിന്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഡാറ്റാബേസ് എടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റിൻ്റെ ക്യൂറിയിലാണ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. പിന്നെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ വേറെ കണ്ടീഷൻ. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിലീറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ആ ഒരു ഡിലീറ്റ് ബട്ടൺ ഏത് റോയിൻ്റെ ആണോ ആ കറസ്പോണ്ടിങ് റോ ആണ് ഡിലീറ്റ് ആയി പോകേണ്ടത്. ഇത് ഞെക്കുമ്പോൾ ഈ ഒരു റോ പോകണം, ഇത് ഞെക്കുമ്പോൾ ഈ ഒരു റോ പോകണം, ഇത് ഞെക്കുമ്പോൾ ആ ഒരു റോ പോകണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ റോൻ്റെ ID എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിലീറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ID 4 ഉള്ള റോയാണ് ഡിലീറ്റ് ആയി പോകേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിലീറ്റ് ഞെക്കുന്നത് ഏത് ID ഉള്ള റോ ആണെന്നുള്ളത് നമുക്ക് അറിയണം. അത് നമ്മൾ ഈ ആക്ഷൻ പേജിൽ കൊണ്ടുവന്ന് എത്തിക്കണം. എന്നിട്ട് ഈ വേറിൻ്റെ അകത്ത്
ID equal to ആ ഇന്ന ID എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ഈ കണ്ടീഷൻ ഇല്ലാണ്ട് വെറുതെ ഡിലീറ്റ് ഫ്രം പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഞെക്കുന്ന ആ ഒരു ഡിലീറ്റ് ബട്ടൺ ഏത് റോൻ്റെ ആണോ ആ ഒരു റോ നമ്മൾ ഈ ആക്ഷൻ പേജിൽ വേറിൻ്റെ അവിടെ ID ഈക്വൽ ടു ആ ഒരു റോൻ്റെ ID കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ URL കൂടെ പാസ് ചെയ്യാൻ പോകുന്നു. URL കൂടെ ആ ഒരു ID നമുക്ക് ആക്ഷൻ പേജിൽ പാസ് ചെയ്ത് എത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഡിലീറ്റ് ആക്ഷൻ ഡോട്ട് PHP എന്ന് പറഞ്ഞ് ആക്ഷൻ പേജ് കൊടുത്തിട്ടുണ്ട്. ആ PHP കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, എന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ ID ഇല്ല പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ID ആയതുകൊണ്ട് P_ID എന്ന് ഇട്ടു, പ്രോഡക്റ്റ് ID എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ ഈക്വൽ ടു കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു റോൻ്റെ ID പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എക്കോ റോ ID എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ആ ഒരു ID ഉണ്ട്, അതായത് ഇതാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതായത് ഡിലീറ്റ് ആക്ഷൻ ഡോട്ട് PHP ക്വസ്റ്റ്യൻ മാർക്ക് പ്രോഡക്റ്റ് ID ഈക്വൽ ടു ആ ഒരു ID. ഇവിടെ ഞാൻ ഡിലീറ്റ് വെക്കുമ്പോൾ ആ ഒരു ഇത് ID URL ഡിസ്പ്ലേ ആവും. അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് ഫുൾ കമൻറ്റ് ചെയ്തിട്ട് വെറുതെ എക്കോ ഹലോ എന്നുള്ളതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഞാനിത് റീഫ്രഷ് ചെയ്തു. ഇനി ഞാനിവിടെ ഡിലീറ്റ് നിൽക്കുമ്പോൾ കണ്ട ക്വസ്റ്റ്യൻ മാർക്ക് P_ID ഈക്വൽ ടു 1 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്തതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് P_ID ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മളിപ്പോൾ ഇട്ട സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് റോൻ്റെ ഡിലീറ്റ് നോക്കിയപ്പോൾ ആ ഒരു 1 ഇവിടെ വന്നു. ഇപ്പം ഞാൻ തേർഡ് റോൻ്റെ ഞെക്കുമ്പോൾ 3 വന്നു. അതേപോലെ ഫോർത്തിൻ്റെ ഞെക്കുമ്പോൾ 4 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ URL കൂടെ നമുക്ക് വേണ്ട സംഭവം പാസ് ചെയ്യുന്നത്. നമ്മൾ പാസ് ചെയ്താൽ പോരെങ്കിൽ നമുക്ക് ഇതിനെ ആക്ഷൻ പേജിൽ കളക്ട് ചെയ്യണം. ഓക്കെ, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഡിലീറ്റ് ആക്ഷൻ ഡോട്ട് PHP കൊടുത്തു, എന്നിട്ട് കൂടെ URL കൂടെ ആ ഒരു കറസ്പോണ്ടിങ് ബട്ടൻ്റെ ആ ഒരു റോൻ്റെ ID പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഒരു നെയിം ഈക്വൽ ടു ആ റോൻ്റെ ID PHP എക്കോല് $ID എന്നുള്ള കൊടുത്തു. നമ്മൾ മുമ്പ് ചെയ്ത ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തത്. അപ്പം ഇത് ഈ ഒരു സംഭവം ഫുള്ള് ഇതിൻ്റെ കൂടെ URL ഡിസ്പ്ലേ ആവും. അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഏത് ബട്ടണിൽ ഞെക്കുന്നോ അത് അവിടെ ആ ഒരു ID വരും. ഇനി ആ പാസ് ചെയ്ത ID നമുക്ക് ഈ ആക്ഷൻ പേജിൽ കളക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ ആണ് $_get. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു വേരിയബിൾ ഉണ്ടാക്കി വെക്കാം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. PID എന്നിട്ടു, എന്നിട്ട് $_getൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ടിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് പേരാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ ഞാനിപ്പോൾ P_ID എന്നാണ് കൊടുത്തത്. ഈ ഒരു പേര് ഇവിടെ ഗെറ്റിൻ്റെ അകത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്കോ ചെയ്യിച്ച് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. PID. ഇപ്പം ഞാൻ ആ ഒരു സംഭവം PID എന്നുള്ളത് കളക്ട് ചെയ്ത് ഇവിടെ $PID എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് വെച്ചിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാണ്. ഞാനിത് റീഫ്രഷ് ചെയ്തിട്ട് ഇപ്പോൾ അത് ഞെക്കുമ്പോൾ ഇവിടെ ഈ ഒരു 1 എന്നുള്ളത് ഇവിടെ ആ പേജിൽ ഡിലീറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ പേജിൽ കളക്ട് ചെയ്തായിരുന്നു ഗെറ്റ് വെച്ചിട്ട്. എന്നിട്ട് ഇത് ഇവിടെ എക്കോ ചെയ്തു. അപ്പോൾ അതെ 3 ഞെക്കുമ്പോൾ 3 എന്നുള്ളത് വരും. ഓക്കെ, ഇനി നമ്മളിത് കളക്ട് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ക്വറി എക്സിക്യൂട്ട് ചെയ്താൽ മതി. ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SQ എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് ക്വറി കൊടുക്കുക. ഇവിടെ നമുക്ക് വേർ കണ്ടീഷൻ കൊടുക്കണം. വേർ ID ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇപ്പം നമ്മൾ എടുത്തു വെച്ച PID. അതായത് വേർ ID ഈക്വൽ ടു PID എന്ന് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ID ആയിട്ട് വരുന്ന ആ ഒരു പ്രോഡക്റ്റ് ഡിലീറ്റ് ആവും. ആ ഒരു പ്രോഡക്റ്റ് ഫുള്ള് ഡിലീറ്റ് ആവും. അപ്പോൾ ഈ മാംഗോ എന്നുള്ള പ്രോഡക്റ്റ് ഫുള്ള് ഡിലീറ്റ് ആവും. അപ്പോൾ ഇത് ഞെക്കുകയാണെങ്കിൽ ഈ ഒരു 3 എന്ന് പറഞ്ഞ ID ഉള്ളത് 3 എന്ന് പറഞ്ഞ ID വരുന്ന ആ ഒരു പ്രോഡക്റ്റ് ഫുള്ള് ഡിലീറ്റ് ആവും. ഓക്കെ, നമുക്ക് റീഫ്രഷ് ചെയ്തിട്ട് നോക്കാം. ഞാൻ ആപ്പിൾ ഡിലീറ്റ് ചെയ്യണം, അതായത് ഡിലീറ്റ് ആയിപ്പോൾ. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് തിരിച്ച് ആ ടേബിൾ ജനറൽ PHP തന്നെയാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ബനാന ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബനാന പോകും. അതിപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇപ്പോൾ കിവിയും മാംഗോയും മാത്രം കിടക്കുന്നത്, നമ്മൾ ആപ്പിളും ബനാനയും ഡിലീറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ടേബിൾ ഉണ്ടാവുമല്ലോ, ടേബിളിൽ ലാസ്റ്റത്തെ ഇതിലായിട്ട് ബട്ടൺ കൊടുക്കുക. ബട്ടൺ കൊടുത്തിട്ട് ആ ബട്ടണിൽ ആങ്കർ ടാഗും വേണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ
ആക്ഷൻ പേജ് പറഞ്ഞു കൊടുക്കണം. കൂടെ ഏത് റോൻ്റെ ഏത് റോ ആണോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ID നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. പാസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡിലീറ്റിൻ്റെ ആക്ഷൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ ആ ഒരു പാസ് ചെയ്ത ID ഗെറ്റ് ചെയ്യണം. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ SQL ക്യൂറി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ലൊക്കേഷനിലോട്ട് തിരിച്ചുവിടുക. എറർ വരാണെങ്കിൽ എറർ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റിൻ്റെ ചെയ്യുന്നത്.